നടിയെ ആക്രമിച്ച കേസ് ഡിസംബർ 8-നാണ് വിധി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം 8 വർഷവും 8 മാസത്തിന് ശേഷം അടുത്ത മാസം 8-ാം തീയതി വിധി പറയാൻ പോവുകയാണ്. ന്യൂസ് ചാനലിലൊക്കെ ദിലീപിന് നിർണായകം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ദിലീപ് കുറ്റക്കാരനോ ദിലീപിന് നിർണായകം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഈ കേസ് ഇതിൻ്റെ കേസിൻ്റെ ഫോളോ അപ്പ് ചെയ്തത് ഫുള്ളായിട്ട് ഫോളോ അപ്പ് ഇല്ലെങ്കിലും നമുക്ക് ഈ ചാനലുകളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ശ്രദ്ധിക്കുമ്പോൾ ദിലീപ് നിരപരാധിയാവാനാണ് ചാൻസ്. പിന്നെ എല്ലാവർക്കും ഒരു കാര്യമുണ്ട്, നടിക്ക് നീതി കിട്ടണമെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നുള്ളൊരു നിർബന്ധമുള്ള പോലെയാണ് എല്ലാവരുടെയും സംസാരം, എല്ലാവരുടെയും പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലൊക്കെ വരുന്നത്. ഒന്നും ഒരു കാര്യമില്ലാതെ 87 ദിവസം ജയിലിൽ കിടന്നതും പോരാ, ഇനി ദിലീപിന് ഇവർക്കും കൂടി തൂക്കിക്കൊല്ലും കൂടി ചെയ്യണം, എന്നാലേ അവർക്കൊക്കെ സമാധാനം കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്നത്. പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ ഈ കേസിൽ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഫസ്റ്റൊന്നും ഒരു തെളിവ്, എത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്, അത് കഴിഞ്ഞ് ഒരു തെളിവും ഇല്ലാത്തതുകൊണ്ടാണ് കോടതി ജാമ്യത്തിൽ വിട്ടത്. പിന്നെ ബലാത്സംഗത്തിന് നേരിട്ട് ഇറങ്ങി എന്നുള്ള ഇതിലും കൂടിയിട്ടാണ് പ്രതി ചേർത്തിരിക്കുന്നത് ദിലീപിനെ. 8-ാം പ്രതിയായ ദിലീപ് നേരിട്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ള വകുപ്പ് ചുമത്തിയിട്ടാണ് ദിലീപിനെ ഇതാക്കിയിരിക്കുന്നത്. പിന്നെ ഓരോരോ കാര്യങ്ങൾ തള്ളി വയ്ക്കുന്നു. 4 പേരെ പോലീസുകാരെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ നോക്കി ദിലീപ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കേസ് പോയി. ബാലചന്ദ്രകുമാർ വന്നു. ബാലചന്ദ്രകുമാർ എന്തൊക്കെയോ പറഞ്ഞു, അതിനൊരു തെളിവില്ല, ഇന്നൊന്ന് പറഞ്ഞു നാളെ ഒന്ന് പറഞ്ഞു, അങ്ങനെ മാറ്റി പറഞ്ഞ് ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം. പക്ഷേ എന്തായാലും അടുത്ത മാസം 8-ാം തീയതി ഇതിൻ്റെ വിധി എന്തായാലും വരും. അപ്പോൾ ഇപ്പോൾ തന്നെ അവരുടെ അഡ്വക്കേറ്റ് മിനി പറഞ്ഞത് ഞങ്ങളെന്തായാലും സുപ്രീം കോടതി വരെ പോകുന്ന പറഞ്ഞത്. അപ്പോൾ തന്നെ അവർക്കറിയാം കേസ് വിജയിക്കില്ല. കേസ് നടിക്ക് നീതി കിട്ടുമായിരിക്കും. പക്ഷേ ദിലീപിനുള്ള ഒരു തെളിവും അവൻ്റെ കയ്യിലില്ലയെന്ന് ഉറപ്പാണ്. അതിൻ്റെ ആ സംസാരത്തിൽ തന്നെ ഉറപ്പാണ്. എന്തായാലും ഡിസംബർ 8 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുമെന്ന്.